ഹായ്, ഇൻസൈഡ് ബ്യൂട്ടി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മൂക്കിൻ്റെ കട്ടി കുറച്ച് നീളം കൂട്ടി കാണിക്കുന്ന ഒരു മേക്കപ്പ് ട്രിക്കിനെ കുറിച്ചാണ്. നമുക്കൊരു പരിധി വരെയും അതിനെ കുറച്ചൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും രണ്ട് ഷെയ്ഡ് മേക്കപ്പ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇത് ഇൻഫോർമേഷൻ ഉള്ളതെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ലെറ്റ് us സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ പറയുന്ന മൂക്കിൻ്റെ കട്ടി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്, അതൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തും ഒരു കൺസീലർ യൂസ് ചെയ്തും പിന്നെ ഒരു ലിപ്സ്റ്റിക്, ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തുമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഈ ഫൗണ്ടേഷൻ കറക്റ്റ് മിഡിലിൽ ഞാൻ ഒരു ലൈറ്റ് ഫൗണ്ടേഷൻ കൊടുത്തു. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഞാൻ ഒരു മെറൂൺ ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊടുക്കാൻ പോവാണ്. അത് ഞാനൊരു ആപ്ലിക്കേറ്റർ യൂസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് എൻ്റെ മൂക്കിൽ. ഞാൻ ഈ നടുക്ക് ഭാഗത്ത് ടച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാനൊരു സ്പോഞ്ചിൻ്റെ സഹായത്തോടെ ഒന്ന് പയ്യെ സെറ്റിൽ ചെയ്യിക്കുകയാണ്. സെറ്റിന് ശേഷം ഞാൻ ഒരു കൺസീലർ ആ സെയിം നടുക്കേക്കിടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മേക്കപ്പ് സ്പോഞ്ചിൻ്റെ സഹായത്തോടെ ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ഐ ഷാഡോ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എൻ്റെ നടുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ലൈറ്റ് റോസ് ഒരു ഹൈലൈഷനാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, രണ്ട് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ഈ രണ്ട് കളർ ഷെയ്ഡ് വരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പിന് ഒരു പോയിൻറ്റഡ് ലുക്ക് വരും. നമ്മുടെ ഫോക്കസ് എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൻ്റെ ഈ നടുക്കുള്ള മൂക്കിൻ്റെ ലൈറ്റ് ഷെയ്ഡിലേക്കായിരിക്കും. രണ്ട് ഭാഗത്തും ബ്രൗൺ ഷെയ്ഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂക്ക് എപ്പോഴും ലൈറ്റ് ഷെയ്ഡഡ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ തടിച്ച മൂക്ക് ഒരു പരിധി വരെ വണ്ണം കുറഞ്ഞും നീളം കൂടിയതായിട്ട് നമുക്ക് തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.